ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഗോതമ്പ് പൊടി കൊണ്ട് കിടിലനൊരു പഴംപൊരി ഉണ്ടാക്കിയാലോ. ഞാനിവിടെ 1 കിലോ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പ്, മഞ്ഞൾപ്പൊടി, സോഡാപ്പൊടി എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം കുറേശ്ശെയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുഴയ്ക്കുമ്പോഴത്തേന് നല്ല രീതിയിൽ ലൂസാവാതെ കുറച്ച് കട്ടിയോടെ കുഴയ്ക്കാൻ ശ്രമിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴം നല്ല രീതിയിൽ ആ മാവ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് കറക്റ്റ് പരുവം. ഒരു പഴത്തിനെ ഞാൻ 4ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുഴച്ച വെച്ച മാവിലോട്ട് അതിട്ട് കൊടുത്ത് നല്ല രീതിയിൽ മാവ് പിടിപ്പിച്ച ശേഷം നമുക്ക് ചൂടായ എണ്ണയിലോട്ട് അത് ഇട്ട് കൊടുക്കാം. പലഹാരങ്ങളൊക്കെ കൂടുതലും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പതഞ്ഞ് വരുന്നത് കേട്ടോ. 1 സൈഡ് വെന്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. നമ്മുടെ മൈദാപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ ടേസ്റ്റ് ഇതിലും കിട്ടും കേട്ടോ. ഒരു ഏത്തപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പഴംപൊരിയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബൈ.